Hi dears, welcome to NGSPA classes. I am Radhika. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ 5th യൂണിറ്റ് ആണ്. ഓക്കെ, 5th യൂണിറ്റിന്റെ 2nd ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഹോപ്പ് യു ഓൾ വാച്ച്ഡ് ഇറ്റ്. നമുക്കതിന്റെ 2nd പാർട്ടാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഹോൾ സ്കൂൾ അപ്രോച്ച് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ പല രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പീസ് എഡ്യൂക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പല അപ്രോച്ചസ് സ്കൂളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പല കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഹോൾ സ്കൂൾ അപ്രോച്ച്, സ്കൂൾ മുഴുവനായിട്ട് എന്തൊക്കെ രീതിയിൽ ഉള്ള സ്ട്രാറ്റജീസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. Involves integrating value education across the whole educational experience. ഒരു സ്കൂളിലെ എല്ലാ രീതിയിലുമുള്ള എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എങ്ങനെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പറ്റുക? ഫോക്കസസ് ഓൺ വാല്യൂസ് ത്രൂ ബുക്സ്, ആക്ടിവിറ്റീസ്, സ്കൂൾ റൂൾസ് ആൻഡ് ഇവന്റ്സ്. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും? അതായത് ബുക്സിലൂടെ, ആക്ടിവിറ്റിയിലൂടെ, റൂൾസ്, ഇവന്റ്സ്, അല്ലെ? അപ്പൊ ഇതിലൂടെ എല്ലാം നമുക്ക് ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ വാല്യൂ ക്ലൈമറ്റ്. അപ്പൊ ഇതിൽ ആർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അല്ലെ? ഇവരൊക്കെയാണ് ഒരു സ്കൂളിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. ഇവർക്കൊക്കെ ഈ അപ്രോച്ചിലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Not just an add-on subject, but a central concern across curriculum and practices. ഒരു ആഡ് ഓൺ എന്ന് അറിയാലോ, ഒരു പാർട്ട് ഓഫ് ദ കരിക്കുലം ആയിട്ടല്ലാതെ എക്സ്ട്രാ ആയിട്ട് പഠിപ്പിക്കുന്നതിനെ നമ്മൾ ആഡ് ഓൺ എന്ന് പറയുന്നത്. അതുപോലെ അല്ലാതെ കരിക്കുലത്തിന്റെ സെൻട്രൽ പ്രാക്ടീസ് ആയിട്ട് തന്നെ നമുക്ക് ഈ എഡ്യൂക്കേഷൻ, അതായത് ഈ വാല്യൂ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. Every aspect of school life symbolizes and promotes values. നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്നതിന് കുട്ടികൾ കുറച്ച് വാല്യൂസും എത്തിക്സും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ ഈ ഹോൾ സ്കൂൾ അപ്രോച്ച് എന്ന് പറഞ്ഞുള്ളത് ഒരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സ്കൂൾ അറ്റ്മോസ്ഫിയർ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. സ്കൂൾ അറ്റ്മോസ്ഫിയർ ഈസ് ഫിൽഡ് വിത്ത് പോസിറ്റീവ് വാല്യൂസ്, അല്ലെ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഇന്നസെന്റ് പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പോസിറ്റീവ് വൈബാണ് സ്കൂളിൽ ഉണ്ടാവുന്നത്. എവറി ടീച്ചർ പ്ലേസ് എ റോൾ ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ. അവിടെ ടീച്ചേഴ്സും ഇതുപോലെ എത്തിക്സ് ആൻഡ് വാല്യൂസ് കുട്ടികളെ പഠിപ്പിക്കണം. വാല്യൂസ് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ സബ്ജക്ട് ലെസൺസ് ആൻഡ് എക്സസൈസസ്. അതുപോലെ തന്നെ നമ്മുടെ ലെസണില്, കരിക്കുലത്തില് ഒക്കെ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെയല്ല, എക്സ്ട്രാ ആയിട്ടല്ലാതെ കരിക്കുലത്തിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ എന്ത് പഠിപ്പിക്കണം? വാല്യൂസ്. വാല്യൂസ് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഫോർമൽ ആൻഡ് ഹിഡൻ കരിക്കുലം. ഫോർമൽ കരിക്കുലത്തിലും ഹിഡൻ കരിക്കുലം, അതായത് സ്കൂളിലെ മറ്റ് ആക്ടിവിറ്റികളിലൊക്കെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദയർ. ടീച്ചേഴ്സ് ഗൈഡ് സ്റ്റുഡൻസ് ബൈ സജഷൻ, നോട്ട് ഇംപോസിഷൻ. ടീച്ചേഴ്സിന് കുട്ടികളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഒരു ഫ്രണ്ട്സിനെ പോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കിലൂടെ അവർക്ക് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻസേർട്ട് ചെയ്യാം, നോട്ട് ഇംപോസിഷൻ. അത് ഫോഴ്സ് ചെയ്തിട്ട് കുട്ടികളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾക്കും തോന്നും എന്തിനാ ഞാനിത് പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിലല്ലാതെ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെയൊക്കെ ടീച്ചേഴ്സിന് they can insist or they can insert values in students. Factors essential for the success of whole school approach. അപ്പൊ ഈ അപ്രോച്ചിന്, ഹോൾ സ്കൂൾ അപ്രോച്ചിന് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Needs conscious planning and open teacher-student interactions. Teacher-student interaction is very important. Requires skills to integrate values in lessons and activities. അതുപോലെ തന്നെ ടീച്ചർ അല്ലെങ്കിൽ സ്കൂൾ ആക്ടിവിറ്റികളിൽ, എല്ലാ ആക്ടിവിറ്റികളിലും ഈ വാല്യൂസ്, അല്ലെ, അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവണം. വാല്യൂസ് ലെസൺസ്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഷുഡ് സപ്പോർട്ട് വാല്യൂ ബേസ്ഡ് പ്രാക്ടീസസ്. നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റേഴ്സും അതായത് സ്കൂളിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്യണം. ഫോക്കസ് ഓൺ റിയൽ ലൈഫ് അപ്രീസിയേഷൻ ആൻഡ് വാല്യൂ ഡയലമാസ്. അതുപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫ് അപ്രീസിയേഷൻ, കുട്ടികൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ആസ് ടീച്ചേഴ്സ്, അല്ലെ? അപ്രീസിയേഷൻ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വി ഷുഡ് അപ്രീഷിയേറ്റ് അവർ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ, അതായത് വാല്യൂ റിലേറ്റഡ് ഡയലമ ഉണ്ടാവുകയാണെങ്കിൽ വി ഷുഡ് അസിസ്റ്റ് ദം.
ബിഹേവിയർ മസ്റ്റ് റിഫ്ലക്ട് വാല്യൂസ് ആക്റ്റീവ്ലി ആൻഡ് വിസിബിളി. നമ്മുടെ എല്ലാ പെരുമാറ്റത്തിലും, ഓക്കെ, സ്കൂളിലെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും ഇതുപോലെ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്സ് ഉണ്ടായിരിക്കണം. Assumptions in whole school approach assumes full integration of student development areas. Okay. അപ്പോൾ അവിടെ എന്താണ് സ്റ്റുഡൻറ് ഡെവലപ്പ് ആവേണ്ട ഏരിയാസ് അല്ലെ, അവിടെയാണ് നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അവർ ഏതൊക്കെ രീതിയിലാണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആവേണ്ടത്, വാല്യൂസ് എത്തിക്കൽ ആവേണ്ടത് അല്ലെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണത്. ലിങ്ക്സ് പേഴ്സണൽ, സോഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. ഏതൊക്കെ ഏരിയയിലാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഒരു പേഴ്സണൽ എത്തിക്സ്, പേഴ്സണൽ വാല്യൂസ് ഉണ്ടായിരിക്കണം അവരുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ സോഷ്യൽ, സൊസൈറ്റിയോട് അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ആ വാല്യൂസ് ദേ ഷുഡ് കീപ്. ദെൻ ഫിസിക്കൽ വാല്യൂസ് ആർ ഓൾസോ ദെയർ. ദെൻ ഇക്കോളജിക്കൽ, നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് എത്തിക്സ് ഒക്കെ, ദാറ്റ് ഇസ് നെവർ യൂസ് പ്ലാസ്റ്റിക് അല്ലെ, അങ്ങനെ കുറെ എത്തിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം. ഫോക്കസ് ഓൺ ഇന്റേണൽ ഹാർമണി ആൻഡ് സോഷ്യൽ ഹാർമണി. ഇന്റേണൽ ഹാർമണി, ഒരാളുടെ മെന്റൽ പീസിന്, അതുപോലെ തന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സമാധാനത്തിനും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സമാധാനവും ഒക്കെ ആയിരിക്കണം നമ്മൾ ഈ വാല്യൂ ഇൻഹിബിഷൻ അല്ലെങ്കിൽ വാല്യൂ ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിക്കുലം, പെഡഗോജി ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റംസ് ആർ യൂണിഫൈഡ്. അപ്പോൾ ഈ രീതിയിലുള്ള വാല്യൂ ലെസൺസ് എവിടെയൊക്കെ നമ്മുടെ കരിക്കുലത്തിലും പെഡഗോജി അല്ലെ, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലും ഇവാലുവേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ഇസ് ദ ഇവാലുവേഷൻ, ദാറ്റ് ഇസ് ദ എക്സാമിനേഷൻ സിസ്റ്റംസ്, എല്ലാറ്റിലും ഇത് റിഫ്ലക്ട് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ്സ് മെനി കോണ്ടെക്സ്റ്റ് ഫോർ ലേണിംഗ് ആൻഡ് ഇന്റർണലൈസിങ് വാല്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ലൈഫ് ലൈക്ക് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ വാല്യൂസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക പാർട്ട് അതിലുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ പെഡഗോജി ഓഫ് വാല്യൂസ്. പെഡഗോജി refers to how teaching and learning are structured. പെഡഗോജി പറഞ്ഞാൽ അറിയാലോ, നമുക്ക് പഠിപ്പിക്കേണ്ട ആ ഒരു ടീച്ചിങ് ലേണിംഗ് സ്ട്രക്ചറിനെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. ഡിഫേഴ്സ് ഫ്രം ട്രഡീഷണൽ പ്ലാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളിവിടെ വാല്യൂസ് ആവുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഇതുവരെ പഠിപ്പിച്ചതിൽ നിന്നൊരു വ്യത്യസ്തത നമ്മുടെ പെഡഗോജിക്ക് ഉണ്ടായിരിക്കണം. ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാല്യൂസ്. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവണം വിച്ച് ആർ ദ വാല്യൂസ് ദേ ഷുഡ് ഹാവ് ടു എക്വയർ to fit in the society. Okay, then values teaching is holistic, cognitive, affective and behavioral. അപ്പോൾ എല്ലാ രീതിയിലുള്ള വാല്യൂസും നമുക്ക് ഉണ്ടായിരിക്കണം. കോഗ്നേറ്റീവ്, ബുദ്ധിപരമായിട്ട്, എഫക്റ്റീവ്, ഇമോഷണലി, ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാറ്റിലും നമ്മൾ വാല്യൂസ് റിഫ്ലക്ട് ചെയ്യണം. ആ രീതിയിലാണ് നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ലേണിംഗ് വാല്യൂസ് നീഡ്സ് റിഫ്ലക്ഷൻ, ഡിസ്കഷൻ ആൻഡ് റിയൽ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുക? ഓക്കെ, റിഫ്ലക്ഷൻ. അറ്റ് ഫസ്റ്റ് നമ്മൾ വാല്യൂസിനെ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മേ ബി നമുക്കത് കീപ്പ് ചെയ്യാം, അത് കണ്ടിട്ട് കുട്ടികൾക്ക് പഠിക്കാം. ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. ആൻഡ് റിയൽ എക്സ്പീരിയൻസ്, ആക്ടിവിറ്റിയിലൂടെയൊക്കെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് പോസിബിൾ. ആൻഡ് ഗിവ് ദം റിയൽ ലൈഫ് സ്റ്റോറീസ് ഓൺ വാല്യൂസ്. Then role plays. Students act out roles to explore and analyze values. ഈ വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള റോൾ പ്ലേസ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഫോക്കസ് ഓൺ ഐഡിയാസ് ആൻഡ് റിഫ്ലക്ഷൻ, നോട്ട് ആക്ടിങ് സ്കിൽസ്. അപ്പൊ അവിടെ ഒരു മെസ്സേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പണ്ടത്തെ മോറൽ പ്ലേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ മൊറാലിറ്റി ടീച്ച് ചെയ്യാനായിട്ടാണ് നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെയാണ് നമ്മൾ മെസ്സേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. helps internalize values through experience and discussion. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസും ഡിസ്കഷനും അല്ലെ, അപ്പൊ അവർക്ക് ആ വാല്യൂസ് മനസ്സിലാക്കും. മീൻസ് പ്ലേ ഒക്കെ ആവുമ്പോൾ ഓരോ ക്യാരക്ടറും ഈ രീതിയിലൊക്കെ പെരുമാറുമ്പോൾ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനും നടത്താം. റോൾ പ്ലേസ് ഇൻവോൾവിംഗ് സീയിങ്, ജഡ്ജിങ്, ആക്ടിങ് ആൻഡ് ഇന്റേണലൈസിങ് അല്ലെ. അവിടെ കാണുന്ന കുട്ടികൾ അത് കണ്ട് മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു അല്ലെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലം. അതുപോലെ തന്നെ ആക്ടിങ്, ഓക്കെ, ഒരു വെർച്വസ് ആയിട്ടുള്ള റോൾ ആണെങ്കിൽ ആ രീതിയിൽ അഭിനയിക്കും. വൈസ് ആയിട്ടുള്ള റോൾ മീൻസ് നന്നല്ലാത്ത ക്രിമിനൽ റോൾസ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ അഭിനയിക്കും. അപ്പൊ കുട്ടികൾക്ക് അതുകൊണ്ടൊരു ജഡ്ജിങ്ങും അതുപോലെ തന്നെ ഒരു എന്താ പറയാ അവർക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നു. യൂസ്ഫുൾ ഫോർ ബിൽഡിംഗ് എംപതി, ഇൻസൈറ്റ് ആൻഡ് വാല്യൂസ് ക്ലാരിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഒരു എംപതി ഉണ്ടാക്കാനായിട്ടും ഒരു ഉൾക്കാഴ്ച ഒക്കെ ഉണ്ടാവാനായിട്ട്
ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റോറി ടെല്ലിംഗ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ കുട്ടികൾക്ക് വരെ കഥ കേൾക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ ഈ കഥകളിലൂടെ നമുക്ക് വാല്യൂസും പറഞ്ഞു കൊടുക്കാം. സ്റ്റോറീസ് കമ്മ്യൂണിക്കേറ്റ് വാല്യൂസ് ത്രൂ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെ. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുത്ത് അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ക്യാൻ ബി ബേസ്ഡ് ഓൺ ലൈവ്സ് ഓഫ് ഹീറോസ് ആൻഡ് ലെജൻഡ്സ് അല്ലെ. നമ്മുടെ മഹാന്മാരെ പറ്റിയിട്ടും സന്യാസിമാരെ പറ്റിയിട്ടൊക്കെ ഉള്ള കഥകളുണ്ട്. അവർ എത്രത്തോളം വെർച്യൂസ് ആയിരുന്നു, എന്തൊക്കെ വാല്യൂസ് ആണ് അവർ കീപ്പ് ചെയ്തിരുന്നത്. ആ രീതിയിലുള്ള സ്റ്റോറീസിലൂടെ നമുക്ക് കുട്ടികളിൽ വാല്യൂസ് പകർന്നു കൊടുക്കാം. അപ്പീൽസ് ടു ഇമോഷൻസ്, ഇമാജിനേഷൻ ആൻഡ് മോറൽ റീസണിങ്. അപ്പൊ അവിടെ കുട്ടികളുടെ ഇമോഷൻസും ഇമാജിനേഷൻ അല്ലെ, കഥ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇമാജിനേഷൻ ആണ്. ദെൻ റീസണിങ്, അവര് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ലീവ്സ് ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ് ഓൺ ലേണേഴ്സ്. അതുകൊണ്ട് കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ചെറിയ പ്രായത്തിൽ കേട്ട കഥകൾ വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് കഥകളിലൂടെ മൊറാലിറ്റി അല്ലെങ്കിൽ വാല്യൂസ് പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്, ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കും. Then effective storytelling requires enthusiasm and expression. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങും ഇറ്റ്സ് ആൻ ആർട്ട് അല്ലെ. കുട്ടികളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കഥ പറയാനായിട്ട്. Then anecdotes, short real life stories that show values in action. ചെറിയ ജീവചരിത്രങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ മഹാന്മാരുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവോക്ക് ഇമോഷൻസ്, റിഫ്ലക്ഷൻ ആൻഡ് പേഴ്സണൽ കണക്ഷൻ. അപ്പൊ അവർക്ക് തോന്നുമോ ഞാനും ഈ പ്രായത്തിലാണല്ലോ അല്ലെ, ഗാന്ധിജിയുടെ കുട്ടകാലത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള കഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കും ഇതുപോലത്തെ വാല്യൂസ് ഒക്കെ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ രീതിയിലൊക്കെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. മേക്ക് എബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് കോൺക്രീറ്റ് ആൻഡ് റിലേറ്റബിൾ. അതായത് മനസ്സിലാവാത്ത ഭാഗങ്ങൾ അല്ലെ, എബ്സ്ട്രാക്ട് ആയിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. യൂസ്ഫുൾ ഫോർ ക്ലാസ് റൂം ഇന്റഗ്രേഷൻ ആൻഡ് വാല്യൂ ഡിസ്കഷൻ. അതുപോലെ തന്നെ ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനും ആഫ്റ്റർ ദ സ്റ്റോറി ടെല്ലിംഗ് യു ക്യാൻ കണ്ടക്ട്. ഹെൽപ് സ്റ്റുഡൻസ് റിക്കഗ്നൈസ് ഡയലമസ് ആൻഡ് മോറൽ ചോയ്സസ്. അപ്പൊ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു മോറൽ ചോയ്സിനുള്ള അല്ലെ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തെരഞ്ഞെടുക്കണം അല്ലെ, അതിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് സിംഗിങ് ഇൻസ്റ്റിൽസ് യൂണിറ്റി, കോപ്പറേഷൻ ആൻഡ് ഷെയർഡ് പർപ്പസ്. അപ്പോൾ അതും ഒരു കോപ്പറേഷൻ, ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കോപ്പറേഷൻ അല്ലെ, ആ ഒരു വാല്യൂ തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോങ്സ് ക്യാൻ പ്രൊമോട്ട് വാല്യൂസ് ലൈക്ക് ലവ്, പീസ്, ഹെറിറ്റേജ്. പാട്രിയോട്ടിക് സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, ഗ്രൂപ്പ് സോങ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്നേഹവും അതുപോലെ തന്നെ പീസ്, സമാധാനം, ഹെറിറ്റേജ് അല്ലെ, നമ്മൾ എവിടെ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണരുന്നു ഈ ഫീലിങ്സ് ഒക്കെ. ദെൻ ലിറിക്സ് ലീവ് എ ലാസ്റ്റിംഗ് വാല്യൂ ബേസ്ഡ് മെസ്സേജ്. പാട്ടാവുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പാടി നടക്കും, പിന്നെ പതുക്കെ അവർ അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ അതൊരു മെസ്സേജ് അവർക്ക് കിട്ടുന്നു. പ്രൊമോട്ട്സ് ഡിസിപ്ലിൻ ആൻഡ് ഇമോഷണൽ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ബോണ്ടിങ്, അതായത് സ്റ്റുഡൻസും അതുപോലെ തന്നെ പരസ്പരവും, അതുപോലെ സ്റ്റുഡൻസ് വിത്ത് സൊസൈറ്റി, ടു അതർ പീപ്പിൾ, ടു എൽഡേഴ്സ്, ഈ രീതിയിലുള്ള ഒരു ബോണ്ടിങ് വിൽ ബി ക്രിയേറ്റഡ്. യൂസ്ഫുൾ എസ്പെഷ്യലി ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ. ചെറിയ കുട്ടികൾ, ഇപ്പൊ നമ്മൾ പാട്രിയോട്ടിക് സോങ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മുടെ ഫ്രം അവർ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് വി ഷുഡ് ഹാവ് ടു പൊസസ് ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ്. അപ്പൊ അത് കിട്ടുന്നതിന്റെ ഒരു മെയിൻ കാരണം ഈ ഗ്രൂപ്പ് സിംഗിങ് ആണ്. Then group activities encourages teamwork and appreciation of others. മറ്റുള്ളവരെ ബഹുമാനിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പഠിപ്പിക്കുക. വാല്യൂസ് ലൈക്ക് ടോളറൻസ് ആൻഡ് പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആർ പ്രാക്ടീസ്ഡ്. അതുപോലെ തന്നെ സഹനം, ക്ഷമ, മറ്റുള്ളവരുമായിട്ട് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോഎക്സിസ്റ്റൻസ് അല്ലെ, സഹവർത്തിത്വം ഉറപ്പുവരുത്തുക. ഇൻക്ലൂഡ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഗെയിംസ് ആൻഡ് പ്രൊജക്ട്സ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ഗെയിംസും എല്ലാം വാല്യൂ ബേസ്ഡ് ആയിരിക്കണം. ഓർഗനൈസിങ് മീനിങ്ഫുള്ളി ഈസ് കീ ടു വാല്യൂ ഡെവലപ്മെന്റ്. അപ്പൊ അതിന് നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം ടീച്ചർക്ക്, അല്ലെങ്കിൽ എന്താണ്, വി കനോട്ട് ഇൻസ്റ്റിൽ വാല്യൂസ് ടു സ്റ്റുഡൻസ്. ലേണിംഗ് ഈസ് ബോത്ത് എക്സ്പീരിയൻഷ്യൽ ആൻഡ് കൊളാബറേറ്റീവ്. നമുക്കറിയാം ലേണിംഗ് എന്ന് പറഞ്ഞാൽ ബോത്ത് എക്സ്പീരിയൻഷ്യൽ അല്ലെ, അതായത് നമുക്ക് മറ്റുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കോപ്പറേഷൻ ഷുഡ് ബി ദയർ ഇൻ ദ കേസ് ഓഫ് ലേണിംഗ്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ത്രൂ ആക്ടിവിറ്റീസ്. ദെൻ ക്വസ്റ്റനിങ്
used not just to assess but to provoke thought. എന്തിനാ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആളുകളെ? നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെ? ചിന്തിക്കുമ്പോഴാണ് a lot of questions will be there in our mind. Open-ended questions develop imagination and ethics. Open-ended അല്ലെ? അതായത് അതിനൊരു ആൻസർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ആ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് എന്താണ് ഇമാജിനേഷനും എത്തിക്സും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈ ദിസ് ഈസ് ഹാപ്പനിങ്, അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ അതിന്റെ ആൻസർ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് പറഞ്ഞുതരും. അപ്പൊ ഇങ്ങനെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് വരും, ചീത്തത് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തത് വരും. അപ്പൊ ഈ രീതിയിലുള്ള വാല്യൂസ് നമ്മൾ അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത് ബൈ ആസ്കിങ് ദീസ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ്. ദെൻ ഹിപ്പോത്തറ്റിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് എയ്ഡ് വാല്യൂ ഫോർമേഷൻ. അതുപോലെ നമ്മൾ ഇമാജിനേറ്റീവ് ക്വസ്റ്റ്യൻസും അല്ലെ, ഓരോ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ഇതൊക്കെ വാല്യൂ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫക്റ്റീവ് ക്വസ്റ്റനിങ് എൻകറേജസ് ഡീപ്പർ എക്സ്പ്ലോറേഷൻ. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കണ്ടെത്തുക, അതൊക്കെ നമ്മുടെ ഒരു വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ പോകുന്ന വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിലേറ്റ് ക്വസ്റ്റ്യൻസ് ടു ലൈഫ് പ്രൊമോട്ട്സ് പേഴ്സണൽ വാല്യൂ റിഫ്ലക്ഷൻ. നമ്മൾ ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്താൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ്ഡ് ആവും, നമ്മുടെ പേഴ്സണലി അത് വളരെ ബെനിഫിറ്റഡ് ആണ്, കാരണം ഒരുപാട് വാല്യൂസ് നമുക്ക് ഉണ്ടാവും. റിഫ്ലക്റ്റീവ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? റിഫ്ലക്ഷൻ അലൗസ് സ്റ്റുഡൻസ് ടു തിങ്ക് അബൌട്ട് ദെയർ എക്സ്പീരിയൻസസ്. അല്ലെ, നമ്മൾ സിറ്റുവേഷൻ കൊടുക്കുകയാണ്, ആ കുട്ടികളോട് ചോദിക്കുകയാണ് ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആക്ട് ചെയ്യുക, അപ്പൊ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക. encourages learning from mistakes and valuing improvements. അല്ലെ, നമ്മളെല്ലാവരും പഠിക്കുന്നത് എങ്ങനെയാണ്? തെറ്റുകളിൽ നിന്നാണ്. ആരും തെറ്റ് ചെയ്യാത്തതായിട്ടില്ല, ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ ശരി ഉൾക്കൊണ്ടിട്ടാണ് പഠിക്കുന്നത്. ബാലൻസസ് ബിസി സ്കൂൾ വർക്ക് വിത്ത് കാം സെൽഫ് അവയർനെസ്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ബിസിയാണ്, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ സ്കൂളിലും അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ബിസിനസ്, അതായത് നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ലീഡ്സ് ടു ലാസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ചേഞ്ചസ്. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറും അല്ലെ ഒരുപാട് മാറും ഈ വാല്യൂസ് ഒക്കെ വരുന്നതിലൂടെ. ഷുഡ് ഫോളോ ഓൾ വാല്യൂ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. സ്കൂളിലൊക്കെ ഈ വാല്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, ഈ വാല്യൂസ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറും, അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മുടെ ബിഹേവിയർ. അപ്പോ ഇത് നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്, കൺക്ലൂഷനിലേക്കാണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? സ്റ്റുഡൻസ് ടുഡേ സീക്ക് വാല്യൂസ് ആൻഡ് സോഷ്യൽ ഗൈഡൻസ്. ഇപ്പൊ നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് ആരും മോശക്കാരായിട്ടൊന്നും ജനിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലവരായിട്ട് ജനിക്കുന്നില്ല. നമ്മൾ വളർത്തുന്നതിലൂടെയാണ് കുട്ടികൾ അങ്ങനെ ആയി മാറുന്നത്. പ്രോപ്പർ ഗൈഡൻസിലൂടെ എല്ലാവരെയും നല്ല വാല്യൂ ബേസ്ഡ് സിറ്റിസൺസ് ആക്കി മാറ്റാൻ പറ്റും. നെഗറ്റീവ് ബിഹേവിയർ ഓഫൻ റിസൾട്ട്സ് ഫ്രം ലാക്ക് ഓഫ് ഡിറക്ഷൻ. ഒരു പക്ഷേ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള ക്രിമിനൽസും അങ്ങനെയുള്ള ഒരുപാട് സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. ഒരു പക്ഷെ അവർക്ക് ഡിറക്ഷൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെ, അവരെ നേരായ ദിശയിലേക്ക് വഴിതിരിച്ച് വിടാത്തത് കൊണ്ടായിരിക്കാം അവരെ അങ്ങനെയായി തീർന്നത്. വി നീഡ് എഡ്യൂക്കേറ്റേഴ്സ്, ലീഡേഴ്സ് ആൻഡ് യൂത്ത് വിത്ത് സ്ട്രോങ് വാല്യൂസ്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഈസ് ഓൾവേസ് എ റോൾ മോഡൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡേഴ്സും എഡ്യൂക്കേറ്റേഴ്സും അവരൊക്കെ വാല്യൂസ് ഉള്ള ആളുകളായിരിക്കണം. ട്രൂ വാല്യൂ എഡ്യൂക്കേഷൻ റിക്വയേഴ്സ് മോഡലിംഗ് ആൻഡ് റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ ട്രൂ വാല്യൂ എഡ്യൂക്കേഷൻ അതിനെന്താ വേണ്ടത്? ആ ഒരു റോൾ മോഡലാണ് കുട്ടികൾക്ക് വേണ്ടത്. സ്കൂൾസ് മസ്റ്റ് നർച്ചർ കറേജ്, ഐഡിയാസ് ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ്. സ്കൂൾസിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ വേണം? കറേജ് അല്ലെ, കുട്ടികളുടെ ധൈര്യം ഉണ്ടാക്കണം, ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യണം, ഇൻഡിപെൻഡന്റ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യണം. ഇതെല്ലാം സ്കൂളിൽ ടീച്ചേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ യു ഷുഡ് ഹെൽപ്പ് യുവർ സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ദെയർ വാല്യൂസ്. അപ്പൊ അത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാം, അതുപോലെ തന്നെ നോട്ടൊക്കെ എഴുതിയെടുക്കുക, ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ, താങ്ക് യു.